ഇങ്ങോട്ട് നോക്കി. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഒരാളൊരു ദിർഹം യതീമിന് കൊടുത്തു, വേറൊരാളൊരു മിസ്കീൻ എന്ന് പറഞ്ഞത്, ഒരാളൊരു ദിർഹമിനെ അടിമനെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുത്തു, ഒരാൾ ഒരു ദിർഹം അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുത്തു യുദ്ധത്തിന്, വേറെ ഒരാൾ നാലാമത്തെ ആൾ ഒരു ദിർഹം പെരേക്ക് ചിലവഴിച്ചു, പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ചിലവഴിച്ചു. ആൽമോ അസ്റൻ, ആ 4 വെച്ച് ഏറ്റവും വലിയ കൂലിയുള്ളത് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ചിലവഴിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. എന്നിട്ട് ആളുകൾ വിചാരം എന്താ, പെരേക്ക് ഇറച്ചി മീൻ വാങ്ങിയാലൊന്നും കായിട്ടില്ല, കൂലി ഇട്ടില്ല, കൂലി ഇടണേ പള്ളിയേക്ക് തന്നെ കൊടുക്കണം അല്ലേ? അങ്ങനല്ലേ? ആണോ അല്ലേ? ഇന്നിപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണിച്ച രീതിയിൽ തഫ്സീൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇൻട്രസ്റ്റ് കൂടി. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എങ്ങനെയാണ്? ലം തുംഫിക നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹ അല്ലാഹ്. ഒരു വസ്തു നീ ചെലവഴിക്കൂല അള്ളാഹിൻ്റെ പൊരുത്തം കാക്ഷിച്ചുകൊണ്ട്, ഇല്ല ഉജിർത്താൻക്ക് കൂലി കിട്ടിയിട്ടല്ലാതെ. ഹത്താമ തെജുലു ഫി ഫിംറഅതിക, നിന്റെ ഭാര്യൻ്റെ വായിലേക്ക് നീ വെച്ച് കൊടുത്ത ഒന്നിന് പോലും കൂലി കിട്ടായിരിക്കൂല. പക്ഷേ അള്ളാഹിൻ്റെ വജ് ഉദ്ദേശിച്ചിട്ടാണോ എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. ഇന്ന് 90% ആളുകളും ആ കൂലിയോട് ആഗ്രഹിക്കലില്ല. കാരണം അവർക്കത് അറിയില്ല. ഓരോ വിചാരം പള്ളി കൊടുത്തെങ്കിൽ ചെയ്തിട്ടുള്ളൂ, കൂലിയിട്ടുള്ളൂ, പെരേക്ക് പോണേനെ ഇതില്ല എന്നുള്ളതാണ്. കൂലിയില്ല ആണോ അല്ലേ പറയുന്നത്? പിന്നോട് നീയത്തൊക്കെ എവിടെ എന്നോട് നീയത്ത് വരുന്നത്? ഈ ചെറിയ കണ്ടിട്ടൊക്കെ തോന്നുന്നു ഇതുവരെ നീയത്ത് വെച്ചില്ല. നീയത്ത് ഉണ്ടാവും. മുമ്പിനായിരിക്കുന്ന മനുഷ്യന് റുപ്യ കൈ കിട്ടിയ അള്ളാഹെന്ന് ഓർമ്മ, നീക്ക് അള്ളാഹ് എന്നതാണ്. അള്ളാഹ് നിശ്ചയിച്ചതല്ലാത്ത റുപ്യക്ക് കിട്ടൂല. ഈ അയിലം ഓടിയിട്ടും കാര്യമല്ല. അള്ളാഹാണ് തന്നത്. അത് ചെലവഴിക്കുമ്പോൾ അള്ളാഹാന് ഓർമ്മ ഉണ്ടാവും. ചോദ്യം നാളെ അങ്ങനെ തന്നെയാണ് വരാൻ പോണത്. അള്ളാഹിൻ്റെ കോടതിയിൽ കാലാണ് അനക്കണമെങ്കിൽ ഒരു റുപ്യ എവിടുന്ന് കിട്ടി, എങ്ങനെ ചെലവഴിച്ചു, അതിൻ്റെ ആഗമന മാർഗവും വിനിയോഗ മാർഗവും രണ്ടും പരിശുദ്ധമായിരിക്കണം. മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ ആവുള്ളൂ. പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയി ഇറച്ചി വാങ്ങുമ്പോഴും ആട് വാങ്ങുമ്പോഴും കോഴി വാങ്ങുമ്പോഴും ഒക്കെ നമുക്കിങ്ങനെ അള്ളാഹിനെ ഓർമ്മയാവും. മുഅ്മിനീങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഓർമ്മ ഇപ്പം നമുക്ക് വരുന്നില്ലെങ്കിൽ നമ്മളെ ഈമാൻ ശരിയായിട്ടില്ല.